ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി കേരളത്തിന്റെ വളർച്ചയിൽ നിർണായകമായ കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ച് 1999 നവംബർ 11 ഇ.കെ. നായനാർ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച് 25 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ അറിയാം എന്താണ് ഈ കിഫ്ബി. സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും സാമ്പത്തിക വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയുമാണ് കിഫ്ബിയുടെ അടിസ്ഥാന ലക്ഷ്യം. ഇപ്പോ കിഫ്ബി എന്ന ആശയം 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ്. എന്നാൽ 2016 ശേഷമുള്ള കിഫ്ബി അടിസ്ഥാന സൗകര്യ നിർമ്മാണ സ്ഥാപനമായി മാത്രം പരിമിതപ്പെടുത്തരുത്. നവകേരളം എന്ന വലിയ ആശയത്തിന്റെ ഭാഗമായി അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. ഒരു ശരാശരി മലയാളിക്ക് നവകേരളം എന്നത് ഒരു പുതിയ പദമല്ല. ആ ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് കിഫ്ബി. 2016 ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കും വരുമാനം കണക്കാക്കാതെ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ കിഫ്ബിയെ ഉപയോഗിക്കാമെന്ന തീരുമാനമാണ് നിർണായകമായത്. 90,520 കോടി രൂപ ചെലവിൽ 1190 പദ്ധതികളാണ് കിഫ്ബിക്ക് കീഴിൽ പുരോഗമിക്കുന്നത്. കിഫ്ബിയിൽ ഈ രീതിയിൽ ഇടപെടലുണ്ടായത് 2016 നോക്കൂ, ഒരു കാലത്ത് വികസന പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച ഓഫീസ് അടച്ചുപൂട്ടി ദേശീയപാത അതോറിറ്റി കേരളം വിട്ടുപോയ ദുരവസ്ഥയിൽ നിന്ന് ഇന്ന് കേരളത്തിന്റെ തെക്കറ്റം മുതൽ വടക്കറ്റം വരെ ദേശീയപാത 6 വരിയിൽ വികസിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. സമയബന്ധിതമായി ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ 2016 വരെ കാലയളവിൽ വലിയ വീഴ്ചയുണ്ടായിടത്ത് നിന്ന് ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിന്റെ 50% തുക സംസ്ഥാനം നൽകണമെന്ന് ദേശീയപാത അതോറിറ്റി പുതിയ വ്യവസ്ഥ കൊണ്ടുവരുന്നതുൾപ്പെടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴാണ് ചർച്ചകൾക്കൊടുവിൽ 25% തുക സംസ്ഥാനം നൽകാമെന്ന് സർക്കാർ സമ്മതിക്കുകയും ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വീണ്ടും ദേശീയപാത വികസനം ട്രാക്കിലായത്. മഹാപ്രളയം തീർത്ത പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് 6000 കോടിയോളം രൂപയുടെ പുതിയ ചെലവേറ്റെടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തിനെ കിഫ്ബി പരുവപ്പെടുത്തുന്നത്. കഴിഞ്ഞ 9.5 വർഷത്തിനിടെ കിഫ്ബി അംഗീകാരം നൽകിയത് 90,562 കോടി രൂപയുടെ 190 പദ്ധതികൾക്കാണ്. 21,881 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി. 27,273 കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ഹൈടെക് സ്കൂളുകൾ, ബഹുനില ആശുപത്രി കെട്ടിടങ്ങൾ, പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ, റോഡുകൾ, സാംസ്കാരിക സമുച്ചയങ്ങൾ എന്നിവയിലൊക്കെയും കിഫ്ബിയുടെ പ്രകാശം കാണാൻ കഴിയും. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണം ഉൾപ്പെടെ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന എത്രയോ പദ്ധതികളുടെ മുന്നൊരുക്കങ്ങളിലാണ് കിഫ്ബി. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ അടയാളങ്ങൾ കാണാം. സ്കൂളുകളായും ആശുപത്രികളായും റോഡുകളായും നവകേരളത്തിന്റെ വളർച്ചയുടെ വഴിവെളിച്ചമായും കിഫ്ബി തിളങ്ങുകയാണ്.